ഹായ് ഹലോ നമസ്കാരം. മല്ലു മലയാള കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് സോയ തിക്ക മസാലയാണ്. 5 സ്റ്റാർ ഹോട്ടൽ രുചിയിലാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യൂ. വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നോക്കണേ. ശരി, ഓക്കെ, വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ 200 ഗ്രാം സോയ ചങ്ക്സ് ഇവിടെ 1 മണിക്കൂർ നേരം വെള്ളത്തിൽ മുക്കിയതിന് ശേഷം 2 മിനിറ്റ് നേരം വേവിച്ചെടുത്ത സോയ ചങ്ക്സാണിത്. അതിൻ്റെ വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്തിട്ട് ഞാനത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലകൾ ചേർക്കാനുണ്ട്. നമുക്കതൊന്ന് സെറ്റാക്കാം. ആദ്യമായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ തൈരാണ് ഞാനതിവിടെ ഒഴിച്ച് കൊടുക്കുന്നത്. ഓക്കെ, 3 ടേബിൾ സ്പൂൺ തൈര്. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആയിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ആയിട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ വീട്ടിൽ തന്നെ അരച്ചെടുത്താണ്, അതിട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ്, ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ കടലമാവാണ്, ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് 2 ടേബിൾ സ്പൂൺ ഓയിലാണ്, ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ എടുത്തിരിക്കുന്നത്, അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് 1-2 സാധനങ്ങളൊന്ന് ആഡ് ചെയ്യാനുണ്ട്. അതിനായിട്ട് ഒരു 2 മീഡിയം സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യാം. അതിൻ്റെ സെൻറ്ററിലുള്ള ഞെട്ടിൻ്റെ അതൊന്ന് കളഞ്ഞ് വയ്ക്കാം. ഇനി ഇതേപോലെ തന്നെ അരിയണം, എന്നാലാണ് അതിൻ്റെ ഒരു കറക്റ്റ് പെർഫെക്ഷൻ കിട്ടുള്ളൂ. ഓക്കെ, നമ്മുടെ സവാളയെല്ലാം ഒരേപോലെ ഇങ്ങനെ അരിഞ്ഞ ശേഷം നമ്മൾ ഈ നേരത്തെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ സോയിലേക്ക് നമുക്കത് ഇട്ട് കൊടുക്കാം. ഇനി അതിന് ഓരോ ലെയറായിട്ട് ഇതേപോലെ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ അതിൻ്റെ ലെയർ ഓരോന്നായിട്ട് പിരിച്ച് വയ്ക്കാം. ഇതാണ്ടോ, ഇങ്ങനെ ഓരോരോ ലെയറായിട്ട് നമുക്കതിനെ മാറ്റി വയ്ക്കാം. എന്നാലാണ് അതിൻ്റെ ഒരു കറക്റ്റ് ലെവലിലുള്ളൊരു ഇത് കിട്ടുകയുള്ളൂ. ഏതെന്ന് എനിക്കറിയില്ല, അത് കിട്ടുകയുള്ളൂ. എല്ലാത്തിനും ഓരോരോ രീതികളുണ്ടല്ലോ, അപ്പോൾ ആ രീതി ആയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് മീഡിയം സൈസിലുള്ള 2 തക്കാളി നമുക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതേപോലെയുള്ള അതിൻ്റെ സെൻറ്ററിലുള്ള ആ കുരു നമുക്കൊന്ന് എടുത്ത് കളയാം. നമുക്ക് ആ കുരു ഇപ്പോൾ ആവശ്യമില്ല. നമുക്ക് അതിനൊന്ന് മാറ്റിയിട്ട് നമ്മൾ ആ മേലത്തുള്ള തൊലി മാത്രം എടുക്കുന്നു, ആ ദശ പറ്റിയിട്ടുള്ള ആ സംഭവം മാത്രം. ഇതെല്ലാം അതേപോലെ ഒന്ന് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്കതിനെ 2ആയിട്ടൊന്ന് കട്ട് ചെയ്യാം. ഇതേപോലെ 2ആയിട്ടൊന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. ഇനി ഇതും അതേപോലെ തന്നെ നമ്മുടെ സോയയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി വേണ്ട നമ്മളൊരു ക്യാപ്സിക്കം എടുത്തിരിക്കുന്നത്, അതൊന്നും ഇതേപോലെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിന് നടുവിലുള്ള ആ കുരു ഒന്നും വേണ്ട, നമുക്കതും ഒന്ന് റിമൂവ് ചെയ്യാം. നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്യാപ്സിക്കത്തിന് ഇതേപോലെ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററായിട്ടൊന്ന് കട്ട് ചെയ്താൽ മതി. ഓക്കെ, അത്യാവശ്യം വലുപ്പമുള്ള അതേ നമ്മൾ ഈ സവാളയും തക്കാളിയും അരിഞ്ഞ പോലെ തന്നെ ഇതും അതേപോലെ തന്നെ അരിഞ്ഞിട്ട് 1, 2, 3 പീസ് ആക്കിയാൽ മതി. ഓക്കെ, ഇത്രയും മതി. ഇനി നമ്മൾ ഇതേപോലെ തന്നെ സോയയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കസ്തൂരി മേത്തി ഉണ്ട്, അത് നമുക്ക് ഇട്ട് കൊടുക്കാമാണ്. ഏകദേശം ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്തുള്ള കസ്തൂരി മേത്തിയാണ്. അത് നമുക്കൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ സോയ മിക്സിങ് കഴിഞ്ഞാൽ തന്നെ പാതി നമ്മുടെ പണി കഴിഞ്ഞു എന്നാണ്. കാരണം ഇതാണ് ഏറ്റവും കൂടുതൽ വരുന്നൊരു പണി എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പാതി പണി കഴിഞ്ഞു. ഓക്കെ, നമ്മുടെ മിക്സിങ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു 15 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് ഇത്തിരി വലുപ്പമുള്ളൊരു പാത്രം, അതായത് ഗ്യാപ്പ്, നമ്മളിതെല്ലാം ഫ്രൈ ചെയ്യാൻ പോകണം. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു പാത്രമാണ് നമ്മൾ വയ്ക്കാൻ പോകുന്നത്. ഇത്തിരി അകലുള്ളൊരു പാത്രം വയ്ക്കാം. ഞാനിവിടെ ഒരു ഉരുളി എടുത്തിരിക്കുന്നത് അലുമിനിയത്തിൻ്റെ. ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഇവിടെ നല്ലതായി ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നമ്മുടെ ഈ സോയ മിക്സിങ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് പാത്രം ചെറിയ പാത്രമാണ് പറഞ്ഞാൽ 2-3 ഘട്ടമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത്തിരി വലുപ്പമുള്ളതായതുകൊണ്ട് ഞാൻ അതിനനുസരിച്ച് എല്ലാം കൂടിയാണ് ഞാൻ ഇടുന്നത്. നമ്മുടെ മസാലയൊക്കെ ചേർത്തത് കൊണ്ട് പെട്ടെന്ന് അടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നിങ്ങനെ പതുക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഓരോ മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അടിപ്പിടിക്കാണ്ടിരിക്കും. ഇല്ല പറഞ്ഞു വെച്ചാൽ അത് നന്നായിട്ട് അടിയിൽ ആ മസാല മൊത്തം അടിയിൽ പിടിക്കും. ഓക്കെ, അത് നോക്കിയിട്ട് അതിനനുസരിച്ചൊന്ന് ഇടയിൽ നിന്ന് ഇളക്കി കൊടുത്താൽ മതി. ഓക്കെ, ഇതേപോലെ നന്നായി ഒന്ന് ഇടയിലൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അടിപ്പിടിക്കാതിരിക്കും. നമ്മളുടെ സോയ വെന്ത് റെഡി ആയിട്ടുണ്ട്.
ഓക്കെ, ഈ ഒരു ലെവലിൽ നന്നായിട്ട് ഇളക്കണം, അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എൻ്റെ കയ്യിൽ ഇതേ പാത്രം തന്നെ ആയതുകൊണ്ട്, ഇത്രയും സോയ ഉള്ളതുകൊണ്ട് ഞാൻ ഈ പാത്രം തന്നെയാണ് ഞാൻ കഴുകിയിട്ട് വീണ്ടും യൂസ് ചെയ്യുന്നത്. വീണ്ടും ഞാൻ ആ പാത്രം ഒന്ന് അടുപ്പി വെച്ച് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മീഡിയം സൈസ് സവാള 2 ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും നമുക്കിട്ട് കൊടുക്കാം. അതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരയ്ക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ സവാള ഇവിടെ ഏകദേശം നല്ലപോലെ കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് നമ്മൾ നിറച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ആവശ്യം പോലെ നോക്കിയിട്ടും ചെയ്താൽ മതി. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിരിക്കും. നല്ലപോലെ ഇളക്കി കൊടുക്കാം. നമ്മുടെ സവാള ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ തക്കാളി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി അതിൽക്കിടെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഓക്കെ, നല്ലപോലെ ഒന്ന് അടിപ്പിടിക്കാതെ ഇളക്കി കൊടുക്കണം. ഫ്ലെയിമിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ഇതേപോലെ നോക്കി കൊടുത്ത് ഇനി നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി അതേ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. നമ്മൾ നേരത്തെ ഇത് പൊടികളെല്ലാം ചേർത്തിരിക്കണം. നമ്മൾ ഈ മസാല ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് ശേഷമാണ് നമ്മൾ ആ സോയ ചങ്ക്സിനെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുള്ളൂ. ഓക്കെ, ഇത് നന്നായിട്ട് അടുപ്പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് ഈ പച്ചമണം മാറുന്ന വരയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ മസാലകളൊക്കെ ഏകദേശം നന്നായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഓക്കെ, തക്കാളിയും സവാളയും നമ്മൾ ഇട്ട് കൊടുത്തിൻ്റെ പൊടികളെല്ലാം നല്ല രീതിയിൽ മെൽറ്റായിട്ട് നല്ല രീതിയിലായിട്ടുണ്ട്. ഓക്കെ, നമുക്കിതിലോട്ട് ഇനി ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ മസാല മിക്സ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അതിൻ്റെ സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞ് വരാനായിട്ടുണ്ട്. ഓക്കെ, ഇത്രയും മതിയാവും. അടിപ്പിടിക്കാതെ നോക്കിയാൽ മാത്രം മതി, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ മസാല ഇവിടെ റെഡിയാണ്. ഇതിലേക്ക് 10 അണ്ടിപ്പരിപ്പ്, മുഴുവനായിട്ടുള്ള 10 അണ്ടിപ്പരിപ്പ് 1 മണിക്കൂർ നേരം ഇങ്ങനെ ചൂടുവെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് അതിന് ശേഷം 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടിച്ചെടുത്തിട്ട് കൊണ്ടുവന്ന പേസ്റ്റാണിത് നമ്മളതിൽ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. 1 കപ്പ് വെള്ളവും കൂടി നമുക്കതൊന്ന് ഒഴിച്ച് കൊടുക്കാം. കാരണം നമ്മളിപ്പോൾ ഈ അണ്ടിപ്പരിപ്പ് പേസ്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കുറുകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് 1 കപ്പ് വെള്ളം പെട്ടെന്ന് തന്നെ ചേർക്കുന്നത്. ഓക്കെ, ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ ഗ്രേവി ഏകദേശം നല്ലപോലെ ഒന്ന് കുറുകി വരുന്നുണ്ട്. നമ്മുടെ ഗ്രേവി ഒന്ന് ഏകദേശം ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി അതിലുള്ള എണ്ണ തെളിഞ്ഞ് വരുന്ന വരയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഓക്കെ, ഇത്രയും മതിയാവും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നേരം ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ തിള വരും. അപ്പോൾ അതിൻ്റെ എണ്ണ മൊത്തം പുറത്തോട്ട് വരുന്നത് നമുക്ക് കാണാം. കണ്ടോ, ഈ രീതിയിലായിട്ടുണ്ട്. നമുക്ക് ഇത്രയും മതി. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇനി നമ്മുടെ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിട്ട് കൊടുക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇനി നന്നായിട്ട് നല്ല രീതിക്ക് നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് ഇത്രയും മതി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ സോയ തിക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. കറക്റ്റ് ഇതുപോലെ തന്നെ ചെയ്ത് നോക്കിയാൽ നല്ല 5 സ്റ്റാർ ടേസ്റ്റിലുള്ള സോയ തിക്ക മസാല ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. സോയ ഇഷ്ടമില്ലാത്തവർക്കും കൂടെ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ ഇഷ്ടമാവും. എൻ്റെ ഈ കുഞ്ഞു റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെന്ത് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലെ ഒരു ഈസി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്